നിങ്ങൾ ജേണൽ എഴുതാൻ പഠിച്ചു അല്ലെ? ജേണൽ കഴിഞ്ഞ് പിന്നെ പോകുന്ന എങ്ങോട്ടാ? പോസ്റ്റിംഗ്, ലെഡ്ജർ അല്ലെ? ലെഡ്ജർ കഴിഞ്ഞാൽ ട്രയൽ ബാലൻസ് അല്ലെ? അങ്ങനെ ഒരു ഓർഡർ ഉണ്ടായിരുന്നു. ഇവിടെ അങ്ങനെ ഒന്നും കാണാനില്ല. ട്രയൽ ബാലൻസ് പഠിക്കുന്നുണ്ടോ? ബാലൻസ് ഷീറ്റ് വരയ്ക്കുന്നുണ്ട്. പക്ഷെ എന്നാലും അവിടെ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ട്. ക്യാപിറ്റൽ അക്കൗണ്ട് വരച്ചതിന് ശേഷമാണ് ബാലൻസ് ഷീറ്റിലേക്ക് പോകുന്നത് അല്ലേ? അങ്ങനെയുണ്ട്. അതേപോലെ തന്നെ എന്താ, പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് വരയ്ക്കുന്നില്ല, ട്രേഡിംഗ് അക്കൗണ്ട് ചെയ്യുന്നില്ല. അപ്പൊ ഇതൊക്കെ പാർട്ണർഷിപ്പിൽ ഇല്ലേ? പാർട്ണർഷിപ്പിൽ ഇല്ലേ? അപ്പൊ അതെന്താ പഠിക്കാത്ത? ഓൾറെഡി പഠിച്ചു പോയി, പിന്നെ ഇതിനെ പഠിക്കുന്നേ. അപ്പൊ എന്താണ് +2 +1 തമ്മിലുള്ള വ്യത്യാസം? +2 അക്കൗണ്ടൻസിയും +1 അക്കൗണ്ടൻസിയും തമ്മിലുള്ള വ്യത്യാസം എന്താ? അല്ല, ഞാൻ ചോദിക്കുന്നത് അതും ഇവിടെ വരണ്ടല്ലേ? അതായത് നിങ്ങൾ ഒരു അക്കൗണ്ടന്റ് ആയിട്ട് വർക്ക് ചെയ്യാണ്, ഒരു പാർട്ണർഷിപ്പ് ഫേമിൽ അക്കൗണ്ടന്റ് ആയിട്ട് വർക്ക് ചെയ്യുക. നിങ്ങൾ ജേണൽ എഴുതേണ്ടി വരൂലേ? ലെഡ്ജർ പ്രിപ്പയർ ചെയ്യേണ്ടി വരൂലേ? ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യേണ്ടി വരൂലേ? ഈ ട്രേഡിങ്ങും പ്രോഫിറ്റും ഇതൊക്കെ പ്രിപ്പയർ ചെയ്യേണ്ടി വരില്ലേ? അത് എന്തുകൊണ്ട് ഇവിടെ പഠിച്ചില്ല എന്നാണ് ഞാൻ ചോദിക്കുന്നുള്ളൂ. അത് ഓൾറെഡി പഠിച്ചു പോയത് കൊണ്ടാണ്. അപ്പൊ എന്താണ് ഇവിടെ പഠിക്കുന്നത്? മാറ്റം മാത്രം. എന്താണ് ചേഞ്ച്? പാർട്ണർഷിപ്പിലേക്ക് സോൾ ട്രേഡറിൽ നിന്നും പാർട്ണർഷിപ്പിലേക്ക് വരുമ്പോഴുള്ള മാറ്റം മാത്രമാണ് ഇവിടെ നിങ്ങൾ പഠിക്കുന്നത്. ഒരു സോൾ ട്രേഡറിന്റെ അക്കൗണ്ടിൽ നിന്നും പാർട്ണർഷിപ്പിലേക്ക് പോകുമ്പോൾ ഉള്ള ചേഞ്ച് മാത്രമേ നിങ്ങൾ അവിടെ പഠിക്കുന്നുള്ളൂ. അപ്പൊ എന്താണ് ആ ചേഞ്ച്? എവിടെയാ ചേഞ്ച് വരുന്നത്? ഇവിടെയും ജേണൽ എൻട്രി ഉണ്ട്,